ഇപ്പോൾ മഗ്നെറ്റോയും എക്സ്മാനും സിറ്റിയുടെ അടിയിലുള്ള ടണലിൻ്റെ അകത്ത് ഒളിച്ച് താമസിക്കുന്ന കുറച്ച് മ്യൂട്ടൻസിനെ പിടികൂടുവാനായി ആ ടണലിൻ്റെ അകത്ത് വന്നിരിക്കുകയാണ്. അവിടെ വന്നിട്ട് മഗ്നെറ്റോ ആ മ്യൂട്ടൻസിനോട് നിങ്ങളാരും ഇനി അപ്പോക്കലിപ്സിനെ പേടിച്ച് ജീവിക്കേണ്ടായെന്നും അപ്പോക്കലിപ്സിൻ്റെ കാലഘട്ടം കഴിഞ്ഞുവെന്നും അതുകൊണ്ട് ധൈര്യമായി മുകളിലേക്ക് വന്നോളാൻ മഗ്നെറ്റോ പറഞ്ഞതും, അപ്പോൾ തന്നെ ആ മ്യൂട്ടൻസ് ഇവിടെ നിന്ന് പുറത്തേക്ക് വന്നാൽ നീ ഞങ്ങളെ ജയിലിൽ അടയ്ക്കുമെന്ന് ഞങ്ങൾക്കറിയാമെന്നും അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വരില്ല എന്നും പറഞ്ഞ് എക്സ്മാനെയും മഗ്നെറ്റോയെയും ആ മ്യൂട്ടൻസ് അറ്റാക്ക് ചെയ്യുകയാണ്. മഗ്നെറ്റോയും എക്സ്മാനും അറ്റാക്കെല്ലാം ആദ്യം ചെറുതായി തടഞ്ഞു നിർത്തുന്നുണ്ടെങ്കിലും പിന്നീട് ആ മ്യൂട്ടൻസിൻ്റെ അറ്റാക്ക് കാരണം എക്സ്മാനിലെ സ്രോൺ എന്ന മ്യൂട്ടൻറ്റിനെ കാര്യമായി പരിക്ക് പറ്റുന്നതുകൊണ്ട് എക്സ്മാൻ ആ മ്യൂട്ടൻസിനെല്ലാം തിരിച്ചടിച്ച് ആ മ്യൂട്ടൻസിനെല്ലാം വീഴ്ത്തുകയാണ്. പക്ഷേ അതിനിടയിൽ നമ്മുടെ മഗ്നെറ്റോയ്ക്കും ചെറുതായി പരിക്കേൽക്കുന്നുമുണ്ട്. അങ്ങനെ പിന്നീട് സേവിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന എക്സ്മാൻ്റെ താവളത്തിലേക്ക് എക്സ്മാൻ ആ മ്യൂട്ടൻസിനെല്ലാം പിടിച്ചുകൊണ്ട് വരികയും പരിക്ക് പറ്റിയ മഗ്നെറ്റോയും പിന്നെ സ്രോണിനും ആവശ്യമായ വൈദ്യചികിത്സ എക്സ്മാനിലുള്ളവർ നൽകുകയും ചെയ്യുന്നു. അങ്ങനെ പിന്നീട് പരിക്ക് പറ്റിയതൊക്കെ ഭേദമായി അവിടെ നിൽക്കുന്ന മഗ്നെറ്റോയ്ക്ക് ഇപ്പോൾ മനുഷ്യന്മാരും മ്യൂട്ടൻസും ഒരിക്കലും ഒന്നിച്ചു പോകില്ല എന്നും മ്യൂട്ടൻസിനെ തന്നെ പിടികൂടുന്നത് വളരെ മോശമായ ഒരു കാര്യമാണെന്നും തൻ്റെ സുഹൃത്തായ ചാൾസ് സേവിയർ അഥവാ പ്രൊഫസർ എക്സിൻ്റെ മരണത്തിന് ശേഷം മ്യൂട്ടൻസും മനുഷ്യന്മാരും ഒന്നിച്ച് ജീവിക്കണമെന്ന ചാൾസിൻ്റെ സ്വപ്നത്തിന് വേണ്ടിയാണ് താനിപ്പോൾ എക്സ്മാനുമായി മുന്നോട്ട് വന്നതെന്നും പക്ഷേ സ്വന്തം വർഗ്ഗക്കാരായ മ്യൂട്ടൻസിനെ പിടികൂടുന്നത് ഒരു തെറ്റല്ല എന്നുമൊക്കെയുള്ള ഒരു ചിന്ത മഗ്നെറ്റോയുടെ മനസ്സിൽ വരികയും ആ കാര്യങ്ങൾ തൻ്റെ ഭാര്യയായ റോഗിനോട് മഗ്നെറ്റോ പറയുകയും ചെയ്യുകയാണ്. അപ്പോൾ തന്നെ റോഗ്, നിൻ്റെ ചിന്തകളെല്ലാം തെറ്റാണെന്നും മനുഷ്യന്മാരും മ്യൂട്ടൻസും ഒന്നിച്ച് ജീവിക്കണമെന്നും അതിനുവേണ്ടി നീ ജോലി ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് മഗ്നെറ്റോയെ തിരുത്തുവാൻ റോഗ് നോക്കുകയും ചെയ്യുന്നു. ഇതേ സമയം മഗ്നെറ്റോയുടെ അടുത്തേക്ക് ക്വിക്സിൽവർ വന്നിട്ട് അപ്പോക്കലിപ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന കുറച്ച് മ്യൂട്ടൻസിനെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിച്ചുവെന്നും ആ മ്യൂട്ടൻസ് ഇപ്പോൾ മെക്സിക്കോയിലുണ്ടെന്നും ക്വിക്സിൽവർ മഗ്നെറ്റോയോട് പറഞ്ഞതും, അപ്പോൾ തന്നെ റോഗ് നിൻ്റെ മനസ്സിലെ ചീത്ത ചിന്തകളെല്ലാം മാറ്റി ആ മ്യൂട്ടൻസിനെ പിടിക്കുവാനായി അങ്ങോട്ട് പോകുവാൻ മഗ്നെറ്റോയോട് പറഞ്ഞതും, അന്നേരം തന്നെ മഗ്നെറ്റോ ക്വിക്സിൽവറിൻ്റെ കൂടെ അവിടെ നിന്ന് ആ മ്യൂട്ടൻസിനെ പിടിക്കുവാനായി പോവുകയാണ്. ഇതേസമയം പിന്നീട് ഇനി കാണിക്കുന്നത് വോൾവറിനെയും പിന്നെ ആ പെണ്ണിനെയുമാണ്. ഇപ്പോൾ അവർ രണ്ടുപേരും ഫൈറ്റൊക്കെ നിർത്തി വിശ്രമിക്കുകയാണ്. ഈ പെണ്ണ് തൻ്റെ മകളാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് വോൾവറിന് ആ ഫൈറ്റൊക്കെ നിർത്തിയത്. മാത്രമല്ല വോൾവറിന് ഇപ്പോൾ ആ പെണ്ണിനോട് സംസാരിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയുകയും ചെയ്യുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഈ പെണ്ണിൻ്റെ പേര് കിർക്ക എന്നാണ്. സൂപ്പർ വില്ലനായ സിനിസ്റ്ററിൻ്റെ ഒരു പഴയ ലാബിൽ നിന്നുമാണ് ഈ കിർക്കയെ മഗ്നെറ്റോയും ബാക്കിയുള്ളവരും കണ്ടെത്തിയത്. ഒരു പെട്ടിയിൽ ഉറങ്ങിക്കിടന്നുകൊണ്ടിരുന്ന കിർക്കയും മഗ്നെറ്റോയും ബാക്കിയുള്ളവരും ഉണർത്തിയപ്പോൾ കിർക്കയ്ക്ക് ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. കിർക്കയുടെ കയ്യിൽ നിന്നും നീണ്ടു നിൽക്കുന്ന അഡമാൻഡിയം ഗ്ലൗസ് കണ്ടിട്ടാണ് ഇത് വോൾവറിൻ്റെ മകളാണെന്ന് മഗ്നെറ്റോയ്ക്ക് മനസ്സിലായത്. വോൾവറിൻ്റെ മകളാണ് കിർക്ക എന്ന് മനസ്സിലായ മഗ്നെറ്റോ കിർക്കയെ സേവിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോവുകയും കിർക്കയ്ക്ക് നല്ല ട്രെയിനിങ് മഗ്നെറ്റോ കൊടുക്കുകയും മറ്റും ചെയ്തു. മാത്രമല്ല അവിടെ വെച്ചാണ് വോൾവറിനെ പറ്റിയുള്ള കാര്യങ്ങൾ കിർക്ക ആദ്യമായി അറിയുന്നത്. ഈ കിർക്കയ്ക്ക് ഇപ്പോഴും അവിടെ പഴയ കാലത്തെപ്പറ്റി വലുതായി ഓർമ്മയൊന്നുമില്ല. ചെറിയ ചെറിയ ഓർമ്മകൾ മാത്രമാണ് ഉള്ളത്. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ സൂപ്പർ വില്ലനായ സിനിസ്റ്റർ കിർക്കയെ പണ്ട് പിടിച്ചുകൊണ്ട് പോയി അവിടെ ഓർമ്മയെല്ലാം മായ്ച്ചു കളഞ്ഞ് പരീക്ഷണമൊക്കെ നടത്തി അവിടെ കിടത്തിയതായിരുന്നു. അങ്ങനെ പിന്നീട് ഇപ്പോൾ കിർക്കയാണെങ്കിൽ വോൾവറിനെ എക്സ്മാനെ സഹായിക്കുവാൻ തിരിച്ചു വരുവാൻ പറഞ്ഞ് വോൾവറിനെ നിർബന്ധിക്കുകയാണ്. വോൾവറിനാണെങ്കിൽ അതിനൊട്ടും സമ്മതിക്കുന്നില്ല. പക്ഷേ കിർക്ക വീണ്ടും അത് തന്നെ പറഞ്ഞ് വോൾവറിനെ നിർബന്ധിക്കുകയാണ്. പിന്നീട് ഇനി കുറച്ച് ദിവസത്തിന് ശേഷം നമ്മുടെ വോൾവറിനെയും കിർക്കയുമാണ് കാണിക്കുന്നത്. വോൾവറിനെയും കിർക്കയും ഇപ്പോൾ വോൾവറിൻ താമസിക്കുന്നതിൻ്റെ കുറച്ച് അകലെ ഒളിച്ച് താമസിക്കുന്ന അപ്പോക്കലിപ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന നോർത്ത് സ്റ്റാർ പിന്നെ അറോറ എന്നീ മ്യൂട്ടൻസിനെ കണ്ടെത്തി അവരോട് ഫൈറ്റ് ചെയ്ത് ആ മ്യൂട്ടൻസിനെ ഇല്ലാതെയാക്കുകയാണ്. ഇപ്പോൾ വോൾവറിനും എക്സ്മാനെയും മഗ്നെറ്റോയും സഹായിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്.